കാർഷിക വാർത്തകൾ. കയറ്റുമതി ലക്ഷ്യമിട്ട് രാജ്യത്തെ മത്സ്യമേഖലയിൽ വൻ നയപരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാർ. ഉൾനാടൻ മത്സ്യകൃഷിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി പുതിയ മത്സ്യബന്ധന കയറ്റുമതി നയം ഉടൻ പ്രഖ്യാപിക്കും. രാജ്യത്തിന്റെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഉൾനാടൻ മത്സ്യകൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പുതിയ കയറ്റുമതി അധിഷ്ഠിത മത്സ്യമേഖലാ നയം കേന്ദ്ര സർക്കാർ ഉടൻ പ്രഖ്യാപിക്കും. മത്സ്യബന്ധന വകുപ്പ്, വാണിജ്യ മന്ത്രാലയം എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിലാണ് നയം തയ്യാറാക്കുക. ഉൽപാദനം മുതൽ സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കയറ്റുമതി, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ഒരുമിപ്പിച്ച് ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഉയർന്ന മൂല്യമുള്ള മത്സ്യോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുന്നതോടൊപ്പം ഉൾനാടൻ മത്സ്യ കർഷകർക്ക് പുതിയ വിപണികളും മികച്ച വരുമാന സാധ്യതകളും ഒരുക്കുന്നതിലും നയം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. തീറ്റച്ചെലവ് കുത്തനെ ഉയർന്നതോടെ താറാവ് കൃഷി പ്രതിസന്ധിയിലേക്ക്. ഇതോടെ താറാവ് മുട്ടയുടെ വിലയും കുതിച്ചുയരുകയാണ്. ഒരു മാസത്തിനിടെ താറാവ് മുട്ടയ്ക്ക് 2 രൂപയാണ് കൂടിയത്. 6 മാസം മുൻപ് വരെ മുട്ടയുടെ വില 11 രൂപയായിരുന്നത് ഇപ്പോൾ 15 രൂപയിലെത്തി. മാത്രമല്ല, തൂക്കം കുറയുകയും ചെയ്തു. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നിന്നും തീറ്റ ലഭിച്ചിരുന്ന സമയത്ത് ഒരു മുട്ടയുടെ തൂക്കം 68 ഗ്രാം മുതൽ 70 ഗ്രാം വരെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 48 മുതൽ 50 ഗ്രാം വരെയായി കുറഞ്ഞിട്ടുണ്ട്. മുട്ടയുടെ ലഭ്യതയിലും കുറവുണ്ട്. നാടൻ കോഴിമുട്ടയ്ക്ക് 7 രൂപയിൽ നിന്നും 10 രൂപയായി ഉയർന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന മുട്ടയ്ക്ക് പോലും 9 രൂപയാണ്. മുട്ടവില ഉയർന്നതോടെ ഹോട്ടലുകളിൽ ഓംലെറ്റ് അടക്കം മുട്ട ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തീറ്റ വില ഉയർന്നതും പാടശേഖരങ്ങളിൽ നിന്നുള്ള തീറ്റ ലഭിക്കാതെ വന്നതും കാരണം പലരും താറാവ് കൃഷി അവസാനിപ്പിക്കുകയാണ്. 1000 താറാവുള്ള കർഷകന് നിത്യേന 6000 രൂപയിലധികം രൂപ വേണം. കൂടാതെ ഒരു തൊഴിലാളിയും വേണ്ടിവരും. ഒരു മാസം മുൻപ് വരെ 50 കിലോയുള്ള ഒരു ചാക്ക് അരിക്ക് 1350 രൂപയായിരുന്നു. ഇപ്പോൾ 1400 രൂപ നൽകണം. വില കൊടുത്തു വാങ്ങുന്ന തീറ്റ നൽകി താറാവ് കൃഷി മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയില്ലെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. കാലം തെറ്റിയ മഴ നെൽകൃഷിക്ക് തിരിച്ചടിയായി. കൃത്യസമയത്ത് വിതയ്ക്കാൻ കഴിയാതെ ഞാറിനായി നെട്ടോട്ടമോടുകയാണ് കർഷകർ. കാലം തെറ്റി പെയ്ത മഴയും പിന്നീട് മതിയായ മഴ ലഭിക്കാതിരുന്നതും നെൽകൃഷിയെ പ്രതിസന്ധിയിലാക്കി. പൊടിവിത നടത്തിയ പല കർഷകർക്കും ആവശ്യമായ സമയത്ത് മഴ ലഭിക്കാതായോടെ വിതച്ചത് മുളപ്പിക്കാനോ കൃത്യസമയത്ത് നടീൽ നടത്താനോ കഴിഞ്ഞില്ല. വാർത്തു വിതയ്ക്കാൻ ആവശ്യമായ വെള്ളം പാടങ്ങളിൽ ഇല്ലാത്തതിനാൽ നടീൽ വീണ്ടും വൈകുകയാണ്. ഇതോടെ ചെറുകിട കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. എല്ലാവരും നടീൽ നടത്തുന്ന സമയത്ത് കൃഷി പൂർത്തിയാകാത്തത് വളപ്രയോഗത്തെയും പിന്നീട് കീടനിയന്ത്രണത്തെയും ബാധിക്കുമെന്നും ആശങ്ക ഉയരുന്നുണ്ട്. ഇതൊഴിവാക്കാൻ പലരും ഇപ്പോൾ ഞാർ വാങ്ങി നടുകയാണ്. ഇത്തവണ ഞാർ ലഭ്യത കുറവായതിനാൽ സമീപ പഞ്ചായത്തുകളിൽ നിന്നും വാഹനങ്ങൾ എത്തിച്ചാണ് പലരും ഞാർ വാങ്ങുന്നത്. ചിലയിടങ്ങളിൽ 1 ഏക്കറിന് ആവശ്യമായ ഞാറിന് 1000 രൂപ വരെ ചെലവഴിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇനി മതിയായ മഴ ലഭിച്ചില്ലെങ്കിൽ ഞാർ വാങ്ങി നടുന്നവർക്കും മറ്റ് കർഷകർക്കും അടിവളം പ്രയോഗിക്കുന്നതിലും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് കർഷകരുടെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.